ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ വെട്ടം, അതായത് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഹെഡ്ലൈറ്റിൽ വെട്ടം കൂടിയ ബൾബ് ഇടാറുണ്ട്, ഫോഗ് ലാമ്പിൽ വെട്ടം കൂടിയ ബൾബ് ഇടാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഇതാണ്: ഫോഗ് ലാമ്പിൽ വെട്ടം കൂടിയ ബൾബ് ഇട്ടതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? അതായത് ഹെഡ്ലൈറ്റിൽ നമ്മൾ ആ സെയിം ഹാലജൻ ബൾബ് ഇടുകയും ഫോഗ് ലാമ്പിൽ നല്ല വെട്ടം കൂടി LED ബൾബ് നമ്മൾ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ വാഹനത്തിൽ, അതായത് എൻ്റെ വാഹനത്തിൽ ഇപ്പം ഹെഡ്ലൈറ്റിലും LED ആണ് വരുന്നത്, ഫോഗ് ലാമ്പിലും LED ആണ് വരുന്നത്, ഇതിലും LED ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ പലരും വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, പക്ഷേ ഫോഗ് ലാമ്പ് നമുക്ക് വെട്ടം കൂടിയ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര വിസിബിലിറ്റി കിട്ടത്തില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫോഗ് ലാമ്പിൽ വെട്ടം കൂടിയ ബൾബ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒടുക്കത്തെ അല്ലെങ്കിൽ ഭയങ്കര ഒരു വിസിബിലിറ്റി കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ വ്യക്തമാക്കി തരാം. കാരണം നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഏരിയ ഇത് ഭയങ്കര കൂടുതലാണ്. അതായത് ഇത്രയും റിഫ്ലക്ടർ, ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം റിഫ്ലക്റ്റേഴ്സാണ്. ഈ റിഫ്ലക്ടർ ഈ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്, അതായത് പ്രകാശം കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു വൈഡ് ഏരിയ ഉണ്ട്, ഇത്രയും വൈഡ് ഏരിയ. അപ്പോൾ ഇത്രയും സ്പ്രെഡ് ചെയ്ത് പോകാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ഏരിയ കുറവാണ്, റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ കുറവാണ്. അപ്പം ആ ഒരു രീതിക്കുള്ളൊരു പ്രകാശം, അല്ലെങ്കിൽ ആ ബൾബിൻ്റെ പ്രകാശം കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ ഒരു ത്രോ, അതായത് അതിൻ്റെ മുമ്പോട്ട് പോകുന്ന രീതി അല്ലെങ്കിൽ ഒരു ഫ്ലോ വളരെ കുറവായിരിക്കും നമുക്കൊരു ഫോഗ് ലാമ്പിൽ വെട്ടം കൂടിയ ബൾബ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിൽ വെട്ടം കൂടിയ ബൾബ് ഇടണോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം, ഒരു ആവറേജ്, അതായത് ഒരുപാട് കൂടിയ മോഡൽ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ റേറ്റിനുള്ള ബൾബ് മാത്രം ഫോഗ് ലാമ്പിൽ ആഡ് ചെയ്യുക. ഹെഡ്ലൈറ്റിൽ വെട്ടം കൂടിയത്, അതായത് ലൂമൻ കൂടിയ ബൾബ് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇവിടെ ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, ഹൈ ബീം യൂസ് ചെയ്യരുത്. ഹൈ ബീം യൂസ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ചിലരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, ഇതിലിപ്പം ഇത്രയും ഏരിയ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രൊജക്ടർ വരുന്നതിന് ചെറിയൊരു ഹോൾ, അതായത് ഈ ഒരു പോർഷനൊക്കെ വരുന്നുള്ളല്ലോ, എന്നിട്ടും എങ്ങനെയാണ് വെട്ടം കൂടുതൽ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊജക്ടറിനകത്തും ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്, അതിനകത്ത് ലെൻസ് വരുന്നുണ്ട്. അതായത് പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രൊജക്റ്റ് ചെയ്താണ് പോകുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ത്രോയാണ് കിട്ടുന്നത്. അതാണ് ശരിക്കും ഒരു പ്രൊജക്ടറും ഒരു ഹാലജൻ ബൾബും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രൊജക്ടറാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ അതിനകത്തൊരു ബൾബ് മാറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഫോഗ് ലാംപ്സിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഏരിയ വളരെ ചെറുതാണ്, അതിൻ്റെ ത്രോ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വലിയൊരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഫോഗ് ലാമ്പ് ബൾബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഹെഡ്ലൈറ്റിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.